ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റവ നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റവയിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 2 കപ്പ് റവ എടുത്തത് കൊണ്ട് 2 കപ്പ് തൈരാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ റവ നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. ഈ തൈര് വെച്ചിട്ട് റവയുടെ എല്ലാ ഭാഗവും നനച്ചെടുക്കണം. ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ റവക്ക് ആവശ്യമുള്ളത്ര തൈര് ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചപ്പാത്തി മാവ് പോലെ നല്ല കട്ടിയായി കിട്ടിയിട്ടില്ല. ഒറോട്ടിയുടെ മാവ് പോലെ കുറച്ച് വെള്ളത്തോടെയാണുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഇങ്ങനെ എല്ലാ ഭാഗത്തും തൈര് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി സോഫ്റ്റായി കിട്ടുള്ളൂ. ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അടച്ച് വെച്ചിട്ട് 30 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ റവ ആ വെള്ളം കൂടി വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റവ നല്ല സോഫ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. കൈവച്ചിട്ടാണെങ്കിൽ കൈവച്ചിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിൽ തൈരും ഉള്ളതുകൊണ്ട് നമ്മുടെ മാവ് പുളിപ്പിക്കാൻ വെച്ചാൽ ഒരു ബബിൾസ് പോലെ വരാറില്ലേ, ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ഈ ഒരു മാവ് ഉണ്ടാവും. പുളിപ്പിച്ച മാവ് പോലെ ഈ ഒരു റവ കൊണ്ടുള്ള മാവ് ആയാൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇഡ്ഡലി വേവിക്കാനുള്ള സ്റ്റീമർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തട്ട് ഇറക്കി കൊടുക്കുക. ഇനി ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഇഡ്ഡലി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല പൂ പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി. ഇതിന് പുറത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം ഈ മോൾഡിൽ നിന്ന് പുറത്തെടുത്താൽ മതി. ഇഡ്ഡലി ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി മോൾഡിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇഡ്ഡലി എടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ല, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഇഡ്ഡലിയും നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒന്ന് എണ്ണ തടവുക, അതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അരിയും ഉഴുന്നും ഒന്നും ആവശ്യമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയാണ് ഈ റവ ഇഡ്ഡലി. ഇതുവരെ ട്രൈ ചെയ്തിട്ട് സക്സസ് ആവാത്തവർ എന്തായാലും ഈ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.